രാജ്യത്തെ ഞെട്ടിച്ച ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തിൽ 3 വിദേശികൾ ഉൾപ്പെടെ 28 പേർ കൊല്ലപ്പെട്ടു. പഹൽഗാമിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരവാദികൾ വെടിവെച്ചത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് പി ബസന്തും അർജുൻ പീതാംബരനുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ബസന്ത്, ഉച്ചയോടുകൂടിയാണ് ഈ ഭീകരാക്രമണം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അങ്ങനെയാണ് വ്യക്തമാകുന്നത്. ട്രക്കിങ്ങിന് പോയി മടങ്ങി വന്ന വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഈ 7 അംഗ സംഘം വെടിയുതിർത്തത്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് എപ്പോൾ, എങ്ങനെ, എത്ര പേർക്ക് പരിക്കുണ്ട്, അത് സംബന്ധിച്ച വിവരങ്ങൾ പറയൂ ആദ്യം. ആര്യ, ഉച്ചതിരിഞ്ഞ് 2:45 സംഭവം നടന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ വിവരം പുറത്തറിയുന്നത് ഏകദേശം 4 മണിയോടുകൂടി മാത്രമാണ് പഹൽഗാമിൽ നിന്നും ഇത് പുറത്തു വരുന്നത്. ക്ഷമിക്കണം, അനന്തനാഗിലെ, തെക്കൻ കാശ്മീരിലെ അനന്തനാഗിലെ പഹൽഗാമിലുള്ള ബൈസറൻ താഴ്വരയാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് പുൽമേടുകൾ നിറഞ്ഞ ഈ മേഖല വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രമാണ്. ഇവിടെ നിരവധി ടൂറിസ്റ്റ് റിസോർട്ടുകളും ഒക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏകദേശം 2000-ഓളം ടൂറിസ്റ്റുകൾ പഹൽഗാമിലെ വിവിധ സ്ഥലങ്ങളിലായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ 7 അംഗ തീവ്രവാദ സംഘം അല്ലെങ്കിൽ ഭീകരരുടെ സംഘം എത്തി വെടിയുതിർക്കുകയായിരുന്നു. അവരുടെ പലരുടെയും പേരുകൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് ഇവരെ വെടിവെച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുള്ളത്. പലരും മധുവിധു ആഘോഷിക്കാൻ എത്തിയവരാണ് അവിടെ എത്തിയിട്ടുള്ളത്. കുടുംബമായി എത്തിയവരുണ്ടായിരുന്നു. 27 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിരവധി പേർ പരിക്ക് പറ്റി ആശുപത്രിയിലാണ്. 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അനന്തനാഗിലെ ജനറൽ മെഡിക്കൽ കോളേജിലാണ് പലരും ഉള്ളത്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദില്ലിയിൽ നിന്നും ശ്രീനഗറിലെത്തിയിട്ടുണ്ട്. അവിടെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുമായി ചേർന്നുള്ള ഉന്നതതല സുരക്ഷാ യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം പുറത്തറിഞ്ഞ ആ സമയം തന്നെ സുരക്ഷാ സേനയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും ഒരു ജോയിന്റ് ഓപ്പറേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സേനാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു ഈ ഭീകരവാദികൾക്കായി. ഈ ബൈസറൻ താഴ്വരയ്ക്ക് ചുറ്റും വനമേഖലയാണുള്ളത്. അപ്പോൾ ഇവിടെ ഇവർ ഒളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസമാണുള്ളത്. ഇതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായാലും കശ്മീരിലാകമാനം തന്നെ കനത്ത ജാഗ്രതയും സുരക്ഷാ പരിശോധനയും കർക്കശമാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഡൽഹിയിലും മുംബൈയിലും